ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബേബി പൊട്ടാറ്റോ ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഒരു 14 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടിട്ട് ഒന്ന് ഉരുളക്കിഴങ്ങൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കഴുകി വെച്ച ഉരുളക്കിഴങ്ങാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് വേവിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് ഉപ്പൊക്കെ പിടിക്കുക. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 2 വിസിൽ വരണ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ഞാൻ 2 വിസിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങൊക്കെ വെന്തൊന്നൊന്ന് നോക്കാം. ഒരു ഫോർക്ക് എടുത്തിട്ട് ഇതൊന്ന് കുത്തി നോക്കാം വെന്തോന്ന്. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് വെന്തുണ്ട്. ഇനി ഇതിൻ്റെ തോലെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. ഉരുളക്കിഴങ്ങിൻ്റെ തോലെല്ലാം കളഞ്ഞു. ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചൂടായിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേവിച്ച് വെച്ച ഇനി ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊരു ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, ഓരോരുത്തരുടെ ഇഷ്ടത്തിനും എരിവിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി കുറച്ച് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് വേവിക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ലേശം ഉപ്പ് മസാലയ്ക്ക് വേണ്ടി ഇട്ട് കൊടുക്കാം. ഇനി ഇതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഉരുളക്കിഴങ്ങിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പായി കിട്ടും. പൊടിയൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ബേബി പൊട്ടാറ്റോ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെ നല്ലൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.